ദേവചൈതന്യത്തെ സന്നിവേശിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈദിക ചടങ്ങ് ഗർഭഗൃഹത്തിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനനായി മറ്റ് യജമാനന്മാർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് രാംലല്ല രാമന്റെ ബാലരൂപമാണ്. ആ രാംലല്ലയുടെ ദൃശ്യങ്ങളാണിത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിൽ രാംലല്ല സ്ഥാപിതമായിരിക്കുന്നു. രാംലല്ലയിലേക്ക് ദേവചൈതന്യത്തെ പകർന്നു നൽകുന്ന പ്രാണപ്രതിഷ്ഠയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന് ഇവിടെ വൈദിക കർമ്മങ്ങളുടെ പരിസമാപ്തിയാവുകയാണ്. ആ വൈദിക ചടങ്ങുകളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS മേധാവി മോഹൻ ഭാഗവത്, അതുപോലെ ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്ന കാശിയിലെ വേദപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പരികർമ്മികളൊക്കെയാണ് നമ്മൾ ഈ ഗർഭഗൃഹത്തിൽ ശ്രീകോവിലിൽ കാണുന്നത്. പ്രാർത്ഥനാ നിരതരായി നിൽക്കുകയാണ്. രാംലല്ലയ്ക്ക് സമീപം എല്ലാവരും രാംലല്ലയുടെ പൂർണ്ണരൂപം, അതിൻ്റെ വൈദിക ചടങ്ങുകൾ പൂർത്തിയായ ശേഷമുള്ള പൂർണ്ണരൂപം ഇതാദ്യമായി പുറത്തു വരികയും ചെയ്തു. രാംലല്ല നമുക്കറിയാം, അത് കൃഷ്ണശിലയിൽ, കറുത്ത ശിലയിൽ കൊത്തിയതാണ് രാംലല്ലയുടെ പ്രതിഷ്ഠാകർമ്മം പൂർത്തിയായതിന് പിന്നാലെ അയോധ്യ നഗരത്തിലാകെ ഹെലികോപ്റ്ററുകളിൽ പുഷ്പവൃഷ്ടി നടക്കുകയാണ്. എല്ലായിടത്തും പുഷ്പങ്ങൾ തൂകിക്കൊണ്ട്, ക്ഷേത്രത്തിന് പരിസരത്ത് തന്നെ രാംപഥിലുമൊക്കെ ഇങ്ങനെ പുഷ്പങ്ങൾ വിതറിക്കൊണ്ട് ഹെലികോപ്റ്ററുകൾ പറക്കുന്നുണ്ട്. രാംലല്ലയുടെ മുഖചൈതന്യമുള്ള ദൃശ്യം ഒരിക്കൽ കൂടി പ്രേക്ഷകർ കാണുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനനായി നിൽക്കുന്നു. അദ്ദേഹത്തിന് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രസാദ വിഹിതം അത് ലഭിക്കുന്നുണ്ട്. അത് ക്ഷേത്രത്തിന്റെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ, രാംലല്ലയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നുണ്ട്. നേരത്തെ വെള്ളി കുടയും സമ്മാനങ്ങളും, കുടയും ഒക്കെ സമ്മാനങ്ങളായി പ്രധാനമന്ത്രി രാംലല്ലയ്ക്ക് സമർപ്പിച്ചിരുന്നു. അദ്ദേഹം എത്തിയപ്പോൾ തന്നെ അതിനുശേഷമാണ് ഗർഭഗൃഹത്തിലെ ചടങ്ങുകൾ തുടങ്ങുന്നത്. അതിനു മുമ്പ് മംഗളഘോഷം, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 50 കലാകാരന്മാർ പങ്കെടുത്ത മംഗളഘോഷ ധ്വനി അവിടെ ഉയർന്നു. അതിന് പിന്നാലെയാണ് വൈദിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് കടന്നത്. ഇപ്പോഴും പാദപത്മം എന്ന് ക്ഷേത്രപ്രതിഷ്ഠയിൽ പറയാറുള്ള പാദപത്മങ്ങളിൽ, താമര ഇതളുകളിൽ പാദം ഊന്നിയാണ് രാംലല്ല ആ ശ്രീകോവിലിൽ നിൽക്കുന്നത്. അങ്ങനെ പാദപത്മങ്ങളിൽ പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കുന്ന ചടങ്ങാണ്. വലിയ ഒരു മാല, വലിയ വലിപ്പമുള്ള ഒരു മാല വിഗ്രഹത്തെ ആപാദചൂടം അണിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ആയുധപാണി കൂടിയാണ്, അല്ലെങ്കിൽ ആയുധം കൂടി കയ്യിലേന്തിയ ബാലകരൂപനായ രാംലല്ലയാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാംലല്ലയിലേക്ക് ദേവചൈതന്യം പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈദിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൃത്യം 12:29 കഴിഞ്ഞ് 2 സെക്കൻഡും 12:30 കഴിഞ്ഞ് 52 സെക്കൻഡുമായപ്പോൾ ആ വൈദിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയായി. അതായത് 88 സെക്കൻഡുകൾ കൊണ്ട് വൈദിക ചടങ്ങുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വൈദിക ചടങ്ങ് പൂർത്തിയായി. അതിൻ്റെ വീണ്ടും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രാംലല്ലയുടെ പ്രതിഷ്ഠ ഇരിക്കുന്നത് അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലാണ്. ഗർഭഗൃഹത്തിലേക്ക് പ്രധാനമന്ത്രി പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ ചടങ്ങുകൾ തുടങ്ങി. ലക്ഷ്മികാന്ത് ദീക്ഷിത് ഇപ്പോഴും വൈദിക വിധി പ്രകാരം മുഖ്യ യജമാനൻ ചെയ്തു തീർക്കേണ്ട വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഹായിക്കുകയാണ്. ഓരോ പൂജാദ്രവ്യങ്ങൾ, അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച തീർത്ഥങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, അവ വേദമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ അത് രാംലല്ലയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുകയാണ്. രാംലല്ല പൂർണ്ണരൂപത്തിൽ നമുക്ക് ഇപ്പോൾ കാണാം. ക്ഷേത്ര പരിസരത്തൊക്കെ ഈ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി മുന്നോട്ട് പോകുന്നു. അത് രാംലല്ലയുടെ പ്രതിഷ്ഠ നടത്തുന്ന ക്ഷേത്ര പരിസരത്തും ഈ രാംപഥിലും ആകെ പൂക്കൾ വിതറിയാണ് ഹെലികോപ്റ്ററുകൾ കടന്നുപോയത്. അയോധ്യയെ സംബന്ധിച്ച് അയോധ്യ ആകെ ഉത്സവ ലഹരിയിലാണ്, അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി രാംപഥ് ആകെ ജനനിബിഡമാണ്. എല്ലായിടത്തും ആഘോഷമാണ്. രാംലല്ലയെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങൾ, രാംലല്ലയെ പ്രകീർത്തിക്കുന്ന മേളങ്ങൾ, രാംലല്ലയെ പ്രകീർത്തിക്കുന്ന നൃത്തരൂപങ്ങൾ, ഭജന സംഘങ്ങളുടെ ഭജനകൾ, ഗായക സംഘത്തിന്റെ പാട്ടുകൾ, നൃത്തസംഘത്തിന്റെ നൃത്തങ്ങൾ, വാദ്യോപകരണം മുഴക്കുന്നവർ, ശംഖു വിളിക്കുന്നവർ, അങ്ങനെ മംഗളധ്വനിയാൽ മുഖരിതമായ രാംപഥിൽ നിന്നാണ്
അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് രാമക്ഷേത്രം. അതിൻ്റെ പ്രധാന കവാടം കടന്നാൽ ക്ഷേത്രത്തിൻ്റെ ദർശനം ലഭ്യമാകും. അവിടേക്ക് ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട ഏതാനും 7000-ഓളം പേർ ആളുകൾക്ക് മാത്രമാണ് അനുവാദമുള്ളത്. രാംലല്ലയിലേക്ക് വീണ്ടും ഇങ്ങനെ അർച്ചന നടത്തുകയാണ്. യജ്ഞപുരോഹിത സ്ഥാനത്ത് നിൽക്കുന്ന, യജമാന സ്ഥാനത്ത് നിൽക്കുന്ന, മുഖ്യ യജമാന സ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് പ്രധാനമന്ത്രി തന്നെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുഖ്യ യജമാനായി നിൽക്കുന്നത് എന്ന ഒരു ചരിത്രപരമായ പ്രത്യേകത കൂടിയുണ്ട്. വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് പ്രധാനമന്ത്രി. വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് നൽകുന്ന ഉപദേശമനുസരിച്ച് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ്. നേരത്തെ ക്ഷേത്രത്തിന്റെ ഇത്തരം വൈദിക കർമ്മങ്ങൾക്ക് മുഖ്യ യജമാനൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി തന്നെയാണ് അനുമതി നൽകിയത്. പ്രധാനമന്ത്രിയുടെ അനുജ്ഞ കിട്ടിയ ശേഷം, മുഖ്യ യജമാനന്റെ അനുജ്ഞ കിട്ടിയ ശേഷം വൈദിക കർമ്മങ്ങൾ തുടങ്ങുകയാണ്. താന്ത്രിക വിധി പ്രകാരമുള്ള പ്രതിഷ്ഠാപനത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അയോധ്യയിലെ രാംലല്ലയെ നമുക്കറിയാം. രാംലല്ലയെ തീർത്ഥാദിവാസം അല്ലെങ്കിൽ തീർത്ഥത്തിൽ രാംലല്ലയെ ഉറക്കിയിരുന്നു. അതിനുശേഷം രാംലല്ലയെ ഇപ്പോൾ ഉണർത്തി